Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഉഴുന്നു വടയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനേക്ക് ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. ഞാൻ ഇതിനായിട്ട് 1 കപ്പ് ഉഴുന്നാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇത് 250 ml ഒരു കപ്പ്. ഇതിപ്പോൾ ഞാൻ 5 മണിക്കൂർ നേരെ കുതിർത്ത് വെച്ചിരിക്കുന്നു. ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷമാണ് ഇത് കുതിർത്ത് വെച്ചിരുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളമൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കുമ്പോൾ വെള്ളം ഇല്ലാണ്ട് വേണം അരയ്ക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഗ്രൈൻഡറിലൊക്കെയാണ് അരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വെള്ളം ഇല്ലാണ്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ മിക്സിയിൽ അരയ്ക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അരയ്ക്കാൻ പറ്റത്തുള്ളൂ. അതല്ലാണ്ട് മിക്സിയിൽ നമുക്ക് എന്തായാലും ഇത് അരയ്ക്കാൻ പറ്റത്തില്ല. ഉഴുന്നരയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. നമുക്ക് ഇഡലിയൊക്കെ അരയ്ക്കുമ്പോൾ അറിയാവുന്നതല്ലേ, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ എത്രത്തോളം നമുക്ക് വെള്ളം കുറച്ചരയ്ക്കാവോ അത്രയും നല്ലത്. വെള്ളം ഒരുപാടായി കഴിഞ്ഞാലേ നമുക്കിത് കൊണ്ട് പിടിക്കാൻ കിട്ടത്തില്ല ഇത്. അപ്പോൾ ഞാനിത് മിക്സിയുടെ ബൗളിലേക്ക് മാറ്റണേ. എടുക്കുമ്പോൾ ഒരു ചെറിയ ബൗൾ എടുക്കാം. എന്നിട്ടിത് ഇതിൻ്റെ അകത്തേക്കിട്ട് അരയ്ക്കാം. അപ്പോൾ ഇതിലിപ്പോൾ കഴുകിയെടുത്തപ്പോൾ അടിയിൽ ഇച്ചിരി വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ വെള്ളം ഇല്ലാണ്ട് അരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ അരയ്ക്കാൻ നോക്കുക. അപ്പോൾ ഇത് മിക്സി ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ അകത്ത്. കുറച്ച് കാണാൻ പറ്റുന്നില്ലേ, അടിയിൽ ആ ബ്ലേഡിൻ്റെ ആ ലെവലിലാണ് വെള്ളം നിൽക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് അരച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായത്. ഇതിപ്പോൾ ഈ ഉഴുന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കുമ്പോൾ ഒരു 4 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അരയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിതൊന്ന് അരച്ചിട്ട് വരട്ടെ. അപ്പോൾ അരയ്ക്കുമ്പോൾ നല്ല ഫൈനായിട്ട് വേണം അരയ്ക്കാനായിട്ട്. ഇതിപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ടാണ് അരച്ചേക്കുന്നത് കേട്ടോ. ഒട്ടും തരിയില്ല. അതുപോലെ ഇതിൻ്റെ അകത്ത് വെള്ളവും ഒട്ടും തന്നെ ഇല്ല കേട്ടോ. നല്ല തിക്കാണത്. ഇനി നമുക്കൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. കേട്ടോ, ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഇത് ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കണക്കെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിപ്പോൾ ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അരിപ്പൊടി ചേർക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇത് നല്ലൊരു ക്രിസ്പി ആയിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ്, പുറമേയൊക്കെ നല്ല ക്രിസ്പി ആകാൻ വേണ്ടിയിട്ട്. ഒരു ടീസ്പൂൺ ഇട്ടേച്ചാൽ മതി. ഒരുപാട് ചേർക്കണ്ട. അല്ലെങ്കിൽ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഉഴുന്നിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പോകും. ഇതിലേക്ക് ഇച്ചിരി ഉപ്പ് ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഇളക്കിയാൽ മതി. അപ്പോൾ ഉപ്പ് എല്ലായിടത്തും പറ്റി വരണം. അപ്പോൾ ഉപ്പ് എല്ലാ സൈഡിലും ഒന്ന് പിടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇളക്കുന്നത്. ഇതിപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക്. അപ്പം നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ ഈ മാവ് നല്ല സോഫ്റ്റ് ആവും. ഇതുണ്ട്, ഇപ്പം നല്ലൊരു ഫ്ലഫി ആയിട്ടുണ്ട്. ഇപ്പം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ ഇതിൽ ചെറിയ ഉള്ളി തന്നെ ഇടാൻ നോക്കൂ കേട്ടോ. സവാള ഇടുന്നതിനേക്കാളും ഇപ്പോൾ ചില ആൾക്കാരൊക്കെ സവാള ചേർക്കുന്ന കണ്ടിട്ടുണ്ട്. സവാള ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റ് ചെറിയ ഉള്ളി ചേർക്കുന്ന. അപ്പോൾ അത് 2 കഷ്ണം മതി. പിന്നെ ഒരു പച്ചമുളക്, അത് നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 5-6 കുരുമുളക് മണി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത്. പേസ്റ്റ് അല്ല കേട്ടോ, ഇത് കൊത്തി അരിയാണ് കേട്ടോ വേണ്ടത് ഇതിൻ്റെ അകത്ത്. പിന്നെ 1 തണ്ട് കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ നമുക്ക് ആ മാവിലേക്കൊന്ന് ചേർക്കണം. പച്ചമുളക്, കുരുമുളക്, ഇഞ്ചി, ഉള്ളി, കറിവേപ്പില. ഒന്ന് ഇടുമ്പോഴത്തേക്ക് ഒന്ന് പിച്ചിക്കരിയിട്ടിടാം. അപ്പോൾ അതിന് നല്ല ഫ്ലേവർ വരും. ഇനി അതും കൂടി ഇട്ടിട്ട്
അതൊന്ന് മിക്സ് ചെയ്യാം. ഇത് നേരത്തെ മിക്സ് ചെയ്ത പോലെ തന്നെ ബൈൻഡ് ചെയ്യുന്ന കണക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉഴുന്നുവടയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കാം കറക്റ്റാണോന്ന്. ഉപ്പ് കറക്റ്റാണ്. ഇനി ഇത് വെച്ചേക്കൊന്നും വേണ്ട, ഇപ്പം തന്നെ ഉണ്ടാക്കി തുടങ്ങണം കേട്ടോ. ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. എന്താ വെച്ചാൽ ഉള്ളിയൊക്കെ ചേർത്തേക്കുമല്ലേ, ഉപ്പൊക്കെ ഉള്ളി ചേർത്തേക്കുന്നത് കൊണ്ട് ഇതിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് നമ്മൾ വെച്ചേക്കേണ്ട ആവശ്യമില്ല, ഇപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കാൻ നേരത്തെ ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചേക്കാം. ഇത് നമുക്ക് കൈ നനയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്നു വെച്ചാൽ നമ്മൾ കയ്യിൽ ഉഴുന്നെടുക്കുമ്പോഴത്തേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് വെള്ളം എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിക്കണേണ്. വട കിടക്കാൻ പരുവത്തിന് വേണം എണ്ണ ഒഴിക്കാനായിട്ട്. ആ വട അതിനകത്ത് മുങ്ങിക്കിടക്കണം, അത്രയും എണ്ണ വേണം. നീ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. ആദ്യം കൈയൊന്ന് നനയ്ക്കുക, ഇത് കണക്ക് ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് മധ്യഭാഗത്തൊരു ഹോൾ ഉണ്ടാക്കുക, ഇത് കണക്കെ. എന്നിട്ട് ഉടനെ തന്നെ എണ്ണയിലേക്ക് ഇടാം. തമ്മിൽ മുട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് വിടിയിച്ചു കൊടുക്കുക. ഒന്നുകൂടെ കാണിച്ചാൽ ആദ്യം കൈ നല്ല പോലെ ഒന്ന് നനയ്ക്കുക, കൈയുടെ ഉള്ളിൽ നല്ലതായിട്ട് നനയ്ക്കുക. ഉഴുന്ന് ഇത് കണക്ക് ഉരുട്ടിയെടുക്കുക, കയ്യിൽ വെച്ചിട്ടിങ്ങനെ ഉരുട്ടുക. എന്നിട്ട് മധ്യഭാഗത്തൊരു ഹോൾ ഇട്ട് കൊടുക്കുക, ഇത് കണക്കെ. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടുക. എണ്ണയിലേക്കൊക്കെ കൈ ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, കൈ പൊള്ളാൻ നല്ല ചാൻസാണ്. എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ നമ്മുടെ കയ്യിൽ ഒട്ടിയിരിക്കുമല്ലേ, അപ്പോൾ പെട്ടെന്നൊക്കെ എണ്ണത്തേക്ക് ഇടുമ്പോൾ എണ്ണ തെറിക്കാനൊക്കെ നല്ല ചാൻസാണ്. അപ്പോൾ സൂക്ഷിച്ച് വേണം ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കൈക്കൊക്കെ നല്ല പണി കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം ഇട്ടിരിക്കുന്ന ഉഴുന്നുവട ഒന്ന് മറിച്ചിടാം. ഇതൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ രണ്ട് സൈഡും മറിച്ചിടണം. അപ്പോൾ ഈ ഹോൾ ഇടുന്ന അതിനകത്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ എണ്ണ കയറിയിട്ട് ഇത് ഉഴുന്നുവട ശരിക്കും വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഹോൾ ഇടുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ നമുക്ക് കൈവച്ച് ഇടാനായിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പൂണിലെടുത്തിട്ട് കോരി ഒഴിച്ചാലും മതി. അപ്പോൾ അങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഹോള് കിട്ടത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റിനൊന്നും വ്യത്യാസം വരുന്നില്ല. ഷേപ്പ് നമ്മുടെ ബോണ്ടയുടെ ഷേപ്പ് ആയിരിക്കും എന്നേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മുരിക്കണം കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, അത് കണക്ക് അതേപോലെ തന്നെ നല്ല ബ്രൗൺ കളർ ആവണം. ഇപ്പോൾ നമ്മൾ ആദ്യം ഇട്ടിരിക്കുന്ന ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. നല്ല ആ കളറൊക്കെ നല്ല കറക്റ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ കുറച്ച് അരിപ്പൊടി ചേർത്തിരിക്കുന്നത് കൊണ്ട് ഇത് അധികം എണ്ണ കുടിക്കത്തില്ല. അതല്ല, ഉഴുന്ന് തന്നെ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ എണ്ണ നല്ലപോലെ കുടിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് അരിപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ അരിപ്പൊടി ചേർക്കുമ്പോൾ ഒരുപാടൊന്നും ചേർക്കൊന്നും ചെയ്യില്ല കേട്ടോ. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇപ്പോൾ ഈ ഉഴുന്നുവടയും ഇപ്പോൾ ഇതും ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിപ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത് കണക്കത്തൊരു അരിപ്പത്തവി ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കോരിയെടുത്താൽ മതി. അപ്പോൾ എണ്ണ നന്നായിട്ട് തന്നെ പോകും ഇതിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ നമ്മുടെ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. ഒരു കപ്പ് ഉഴുന്ന് കൊണ്ട് എനിക്ക് 6 ഉഴുന്നുവടയാണ് ഉണ്ടാക്കാൻ പറ്റിയേക്കുന്നത്. അപ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ഉഴുന്നുവടയാണ്. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടോ, ഉള്ള് സോഫ്റ്റും പുറമേ നല്ല ഒരു ചെറിയ ക്രിസ്പി ആയിട്ടാണ് നിൽക്കുന്നത്. നമുക്കിതൊന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാനിവിടെ ചമ്മന്തി അരച്ചിട്ടുണ്ട്. ഇതാ നിങ്ങളൊന്ന് ആദ്യം കഴിച്ചു നോക്കൂട്ടാ. ഞാൻ കഴിച്ചു നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.